എത്താറില്ല. അതായത് മുൻപ് ഒരു 50 ഓവറിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്ക 400 അടുപ്പിച്ചുള്ള റൺസിന്, 400 സംതിങ് ആണ്, ഇല്ല 400 അടുപ്പിച്ചുള്ള റൺസിന് 383 അങ്ങനെ എന്തോ ചേസ് ജയിച്ച്. അപ്പോൾ അതുപോലൊരു ചേസിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കളിയിൽ ഇപ്പൊ ഇന്ത്യ ബാറ്റ് ചെയ്തു, തിരിച്ച് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഒരിടത്തും ആധിപത്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും ഇന്ത്യക്ക് ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയൂ. ഈ സെമി ഫൈനലിൽ ഇന്ത്യ തോൽക്കാതെ രക്ഷപ്പെട്ടത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ അടുത്ത ബാക്കിയുള്ളത് പറഞ്ഞതിന് പറയണം. 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്, സഞ്ജു സാംസനെ 15 റൺസിൽ മിഡ് ഓണിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അത് ഈസി ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് ഒന്ന്. രണ്ടാമത്, അക്ഷത് പട്ടേൽ എന്ന് പറയുന്ന ഫീൽഡറുടെ 2 ബൗണ്ടറി ലൈനിലും ഈ അൺബിലീവബിൾ ക്യാച്ച്. ഇനി മൂന്നാമത്, മുംബ്രെ എന്ന് പറഞ്ഞ ബൗളർ എൻഡിൽ വന്നിട്ട് ഏറ്റവും എൻഡ് ലാസ്റ്റ്, അതായത് എൻഡിൽ വരുമ്പോൾ ലാസ്റ്റ് 4 ഓവർ കിടക്കുമ്പോൾ തന്നെ മുംബ്രെ ഒരു ഓവർ എറിഞ്ഞു തീർക്കുകയാണ്. ആ സമയത്ത് കൃത്യമായ സ്കോർ പൊയ്ക്കൊണ്ടിരുന്നിടത്തുനിന്ന് മുംബ്രെ കൊണ്ടുവന്ന് ആ നല്ല നമ്മുടെ ക്യാപ്റ്റന്റെ വളരെ നല്ല ഐഡിയ ആയിരുന്നു. ആ ടൈമിൽ വന്നിട്ട് മുംബ്രെ ഒരു 4 ഒരു 6 കൂടെ എക്സ്ട്രാ കൊടുത്തിരുന്നെങ്കിൽ അവിടെ കളി വേണമെന്ന്, അവിടെ റൺ റേറ്റിനെ വലിച്ച് താഴെ കൊണ്ടിട്ടു. ആ കോൺഫിഡൻസിൽ വന്നിട്ട് 19-ാമത്തെ ഓവറിൽ ഹർഷിത് പാണ്ഡ്യ വന്നെറിഞ്ഞ് അവിടെയും കളി ടൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇല്ലെങ്കിൽ ഒരു സാധ്യതയില്ലായിരുന്നു. കാരണം ആ നിലയ്ക്കാണ് നമ്മുടെ റൺ റേറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ ഈ മികച്ച പെർഫോമൻസിൻ്റെ ഇടയിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ കളി ജയിച്ചതിൻ്റെ 80% ക്രെഡിറ്റും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ അക്ഷത് പട്ടേലിനാണ്. അക്ഷത് പട്ടേൽ എടുത്ത 2 ക്യാച്ച്, അതും അൺബിലീവബിൾ ക്യാച്ച് എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെമി കളിക്കുമ്പോൾ എല്ലാ പ്രഷറും അനുഭവിച്ചു നിൽക്കുന്ന ഫീൽഡേഴ്സിന് എങ്ങനെയായാലും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് സഞ്ജു സാംസന്റെ ക്യാച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോണത്. കാരണം ആ പ്രഷർ നിൽക്കുമ്പോൾ എത്ര ഈസി ആയിട്ട് വന്നാലും നമുക്ക് ചിലപ്പോൾ മൈൻഡിൽ ഒരു ക്ലിപ്പിംഗ് വരും. അങ്ങനെയാണ് ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഫസ്റ്റ് ക്യാച്ച് അയാൾ 24 മീറ്റർ റിവേഴ്സ് ഓടെയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് തിരിഞ്ഞോടുക, ബാക്ക്വേർഡ് അല്ല ഫോർവേഡ് തന്നെയാണ് ഓടിയത്. 24 മീറ്റർ ഓടുകയാണ്. എന്നിട്ട് ഡൈവിൽ കൂടെ ബോൾ കളക്ട് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ ക്യാച്ച് ആകണം ബൗണ്ടറി ലൈനിൽ അയാളെ അപ്രോക്സിമേറ്റ് 22-25 മീറ്ററോളം 22-25 മീറ്ററോളം റൗണ്ട് ഓഫ് ലെവലിൽ ഓടി വരികയും അവിടെ നിന്ന് ബോൾ